കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലയിൽ പ്രതി സഞ്ജയ് റായ് മരണം വരെ ജയിലിലാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് നിരീക്ഷിച്ച് ജീവപര്യന്തം ശിക്ഷയാണ് സീൽഡ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധിച്ചത്. വധശിക്ഷ നൽകണമെന്ന സിബിഐയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. പിയ സുനിൽ വിവരങ്ങളുമായി. സ്മൃതി, കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഈ കേസിൽ കുറ്റവാളി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അതേസമയം അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കൊൽക്കത്തയിലെ സിയാൽദ CBI കോടതി ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബാംഗങ്ങൾക്ക് 17 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകണം എന്ന ഒരു വിധി കൂടി കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം പണം വേണ്ട, നീതി വേണം എന്നാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കുറ്റവാളിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. വധശിക്ഷ നൽകണം എന്നതായിരുന്നു CBIയുടെയും ആവശ്യം. ഏതായാലും വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് CBIയും കുടുംബവും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയൊരു നിയമ പോരാട്ടമായി ആർജിക്കർ മെഡിക്കൽ കോളേജ് കേസ് ഇനി കൽക്കട്ട ഹൈക്കോടതിയിൽ തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി പശ്ചിമ ബംഗാളിൽ മാറിയിട്ടുണ്ട്. കേസിൽ CBI വീഴ്ച വരുത്തിയെന്നാണ് മമതാ ബാനർജി ആരോപിച്ചിരിക്കുന്നത്. കോടതി വിധിയിൽ സന്തോഷമില്ല, തൃപ്തിയില്ല എന്ന് മമതാ ബാനർജി പ്രതികരിച്ചിരിക്കുന്നു. കൊൽക്കത്ത പോലീസ് വളരെ ശക്തമായി അന്വേഷിച്ച കേസാണിത്. CBI കൊൽക്കത്ത പോലീസിൽ നിന്നും ഇതിന്റെ അന്വേഷണം പിടിച്ചെടുക്കുകയും കേസിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തുവെന്ന് മമതാ ബാനർജി ആരോപിക്കുകയാണ്. അതേസമയം മമതാ ബാനർജി ഈ കേസിൽ അനാവശ്യമായി ഇടപെട്ടു എന്നാണ് BJPയുടെ ആരോപണം. മമതാ ബാനർജിയുടെ പങ്ക് ഈ കേസിൽ അന്വേഷിക്കണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. ഏതായാലും അങ്ങനെ വലിയ രാഷ്ട്രീയ വിവാദമായി തുടരുന്നു. ഏതായാലും ഹൈക്കോടതിയിൽ ഈ കേസ് എത്താൻ പോകുന്ന സാഹചര്യത്തിൽ ഇനി CBI സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണുള്ളത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.